കഥയ്ക്ക് ഇങ്ങനൊരു ഇത് കാണാറില്ല. കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു സെക്ഷനായിരിക്കും ഈ കഥാ ചർച്ച പോലുള്ള സെഷനുകൾ എന്ന് പറയുന്നത്. കവിതകളൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ കവിത പറയാൻ വരുന്ന, കവിത ചർച്ച ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ കേൾക്കാനും കാണാനൊക്കെ കുറവായിരിക്കും. ഇങ്ങനത്തെ ഒരു ആൾക്കാർ കുറവായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ സെക്ഷൻ നമുക്ക് തുടങ്ങാം, കുറച്ച് വൈകിട്ടാണെങ്കിലും. കാരണം എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നതും ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നത് കഥയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള, ഒരുപാട് കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, പുതിയ രൂപമാറ്റങ്ങൾ, അതേപോലെ പ്രമേയപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രണ്ട് എഴുത്തുകാരാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും പറയില്ല, പല എഴുത്തുകാരെയും കുറിച്ച് പറയുന്നത് ഒരു തലയെടുപ്പ് എപ്പോഴും കാണിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് എന്തും ചോദിക്കാം, എന്തും സംസാരിക്കാം, തോളിൽ കൈയിട്ട് എങ്ങനെയും സംസാരിക്കാം എന്നുള്ളൊരു ഒരു ഒരു സ്പേസ് ഉള്ള രണ്ട് എഴുത്തുകാരാണ് നമ്മുടെ എൻ്റെ അപ്പുറത്ത് രണ്ട് സൈഡിലും ഇരിക്കുന്നത് എന്നുള്ളത്. ഈ അപ്പുറത്ത് എന്ന് പറയുന്നത്, ഞാനൊരു മലപ്പുറംകാരനായതുകൊണ്ടാണ് എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു വാക്കാണ് അപ്പുറത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങാം. കഥാചർച്ച എന്ന് മാത്രമുള്ള ഒരു വിഷയത്തിൽ നിന്നാണ് നമ്മൾ ഈ രണ്ടുപേരുടെ അനുഭവങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും ഒക്കെ നമ്മൾ പോകുന്നത്. കാരണം പച്ചാട്ട്, ഞാനെപ്പോഴും പച്ചാട്ട് എന്നാണ് വിളിക്കല്. അജിജേഷ് പച്ചാട്ട് എഴുതുന്ന ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിസരമുണ്ട്. കുറേ മനുഷ്യരുണ്ട് അതിൽ, കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിൽ നമ്മളൊരു പണിക്ക്, നമ്മളൊരു ജോലിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു പാമ്പ് ഒരു വീട്ടിൽ കയറിയാൽ അവിടെ ഉണ്ടാകുന്ന ഒരു കോലാഹലം, അതാണ് പച്ചാട്ടിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ അതൊരു കഥയാണ് പച്ചാട്ടിൻ്റെ എന്ന് പറയുന്നത്. കെ.എസ്. രതീഷ് മാഷിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിൽ കുറേ വേദനകളുണ്ട്. എന്താ പറയുക, ഇപ്പോൾ പെണ്ണ് ചത്തവന്റെ 17 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള മാഷിൻ്റെ ഒരു കഥകളിൽ ഒന്ന് പെണ്ണ് ചത്തവന്റെ 17 ദിവസം എന്ന് പറയുന്ന കഥയാണ്. അതുമാത്രമല്ല, നമ്മളെ മാളമൊക്കെ അതിൽ പെടുന്ന കഥകളാണ്. അപ്പം ഇനി ഒരു ഇൻട്രൊഡക്ഷനും ഇല്ല, നമുക്ക് ഇവരിലേക്ക് പോവാം എന്നുള്ളതാണ്. കാരണം ഞാൻ ഇവരെ കാണുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് തരാനുള്ള ഒരാൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല, ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, പച്ചാട്ടിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ എന്തിനാണ് കഥ എഴുതുന്നത്? എല്ലാവർക്കും സ്നേഹം. ഈ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, എന്തിനാ കഥ എഴുതുന്നത്. പക്ഷെ നമുക്കതിന് ഉത്തരം തേടി പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക. അങ്ങനെ ഉണ്ടല്ലോ, ചില ചോദ്യങ്ങൾ ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ ഉത്തരം തേടി പോകുമ്പോൾ ഭയങ്കര ഗൗരവങ്ങളായിരിക്കും. കഥ എന്തിനാ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നണത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ പറയാണ്ടായിരിക്കും. അതല്ലെങ്കിൽ സങ്കടം, ചില സങ്കടങ്ങൾ നമുക്ക് പറയാൻ തോന്നും. അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ചില മേഖലകളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിലും വേണമെങ്കിൽ എന്നല്ല, അതിലും നമുക്ക് ആർട്ടിനെ തിരഞ്ഞെടുക്കാവുന്നു. കഥ പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യന്മാരും കഥ പറച്ചിലുകാരാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. നമ്മളെല്ലാവരും ദിവസം കഥ പറയണ്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുത്തെ പരിപാടി പോയി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയാലും തമ്മിൽ കഥ പറയും, അല്ലെങ്കിൽ ചങ്ങായിമാരോട് പറയും, ചങ്ങായിച്ചരോട് പറയും. അപ്പം ഈ കഥ പറച്ചിലിൻ്റെ ഒരു സാധനം ആദ്യമേ നമ്മളെല്ലാവരും ഉള്ളിലുണ്ട്. അപ്പം ചിലരത് മറ്റുള്ളവരും കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഉള്ളൊരു ഉപാധിയായിട്ട് എടുക്കും. മറ്റുള്ളവർ ചിലപ്പോൾ ചെറിയ ഒരു സർക്കിളിൽ നിന്നിട്ട് പറയും. അപ്പം എന്തിനാണ് കഥ എഴുതണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പല വൈകാരികമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചില സാധനങ്ങൾ വിളിച്ചു പറയാൻ, ഇതൊക്കെ ഒരു ആർട്ട് എന്നുള്ള രൂപത്തിൽ കഥ തിരഞ്ഞെടുത്തുള്ളൂ.
അതല്ലാതെ നമുക്ക് ഒരിക്കലും ആർട്ടിനെ നമുക്ക് ഒരിക്കലും അത്ര സിമ്പിളായിട്ട് എടുക്കാനും പറ്റില്ല. അപ്പം അല്ലേ, കാരണം അത് കുറച്ച് പവർഫുള്ളാണ് ആർട്ടിൻ്റെ ഒരു സാധനം. ആർട്ട് കൊണ്ട് ഇപ്പം ശീലാലായിട്ടപ്പോൾ 2 ദിവസം മുന്നേ പറഞ്ഞ് തോക്കിൻ്റെ വെടിയുണ്ട ആർക്ക് നേരെയാണോ ചൂണ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അയാളാണ് ശരിക്കുള്ള എഴുത്തുകാരൻ. അപ്പോൾ അതങ്ങനെ പറയണമെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു 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 മേഖലയാണ് ആർട്ട് എന്നുള്ളത്. കാരണം പല തിരിച്ചറിവുകളും നമുക്ക്, ഞാനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഞാനൊക്കെ കുറച്ചെങ്കിലും നന്നായത് ഈ വായനക്കാളും മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ വായിച്ചാണ് നമ്മൾ ഓരോന്ന് അറിയണത്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ട്, അതായത് പിന്നോട്ട് ആവുന്നത്ര പിന്നോട്ട് നിൽക്കാൻ പഠിക്കുന്ന സമയത്തൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളെ മുന്നിലൊക്കെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പറയണ, ഈ മൈക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാരണം ശരിക്കും വായനയാണ്. എൻ്റെ സ്കൂളിൽ പഠിച്ച സ്കൂളിൽ പിന്നെ ഇന്ന മാഷുമാർക്കും ടീച്ചർമാർക്കും അങ്ങനെ അറിയുന്നില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥിയല്ലായിരുന്നു. എല്ലാവരും ഇഷ്ടം പിടിച്ചു പറ്റണതോ അല്ലെങ്കിൽ മാർക്ക് കൊണ്ട് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നതോ ആയിട്ടുള്ളൊരു വിദ്യാർത്ഥി എന്നല്ല. പക്ഷെ എൻ്റെ അനിയൻ അങ്ങനെ അല്ലായിരുന്നു. അനിയൻ ഭയങ്കര ആത്മവശം, ഭയങ്കര സ്മാർട്ടാണ്. എനിക്ക് തോന്നുന്നത് അവൻ്റെ കാലത്ത് ആദ്യമായിട്ട് അവൻ പഠിച്ച സ്കൂളിൽ പിന്നെ കയ്യെഴുത്ത് മാസികൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അറിയപ്പെടുന്ന അനിയൻ്റെ പേരിലാണ്. അപ്പം എന്നാലും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർമാരായിട്ടൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയത് ആത്മവശൻ്റെ എന്താ പറയുക ഏട്ടറാന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വായനയും എഴുത്തും, ഇപ്പോൾ ഈ കഥയെഴുത്തും രാവിലെ ചോദിച്ച പോലെ കഥയെഴുത്തും ഒക്കെ നമുക്ക് മനുഷ്യനാകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നെ സംബന്ധിച്ച്. വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഓരോ നിമിഷവും എന്താ പറയുക നല്ല കൂടുതൽ നല്ല മനുഷ്യനാവാൻ ശ്രമിച്ചുകൊണ്ട്, ഇത് വെറുതെ പറയണമല്ലോ കേട്ടോ, കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള, എല്ലാ മനുഷ്യന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേമാതിരത്തെ എല്ലാ കുറവുകളും ഒക്കെയുണ്ട്. ആ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുത്തും വായനയും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ കഥ എഴുത്തും അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അവിടുന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്കും മാഷിൻ്റെ അടുത്തേക്കും പോവാം. ഒരുപാട് ജീവിത പ്രതിസന്ധികളിലൂടെയൊക്കെ പടുത്തുയർത്തിയിട്ടുള്ള ഒരാളാണ് KS രതീഷ് എന്ന് പറയുന്ന കഥാകാരൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ എന്നാണ് മാഷ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എന്താണ് താങ്കളുടെ നുണകളും താങ്കളുടെ കഥകളും എങ്ങനെയൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ്? ഞാനൊരു ഇങ്ങനെ കടുകട്ടിയായിട്ട് ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്വസ്ഥനാകുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇതേ ചോദ്യം ഇന്ന് ഇപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ, ഇന്നലെ വൈകിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാണ്. അപ്പോൾ മോൻ ചോദിക്കുന്നു, ചെറിയ മോൻ ചോദിക്കുന്നു, അപ്പം എവിടെ പോവാ? അതിന് ഇങ്ങനെ കഥയെ പറ്റി പറയാൻ പോവാ. അപ്പോൾ അവൻ്റെ അടുത്ത ചെയിൻ പോലെ അടുത്ത ചോദ്യം രാഹുൽ ചോദിച്ച അതേ ചോദ്യമാണ്. അപ്പം എന്തിനാ കഥ എഴുതുന്നത്? ഞാൻ പറഞ്ഞു, നിനക്ക് 100 രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പം അവൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞു വന്ന് ഉത്തരം മുട്ടിച്ചിട്ട് അവൻ്റെ ടൂറിനുള്ള കാശ് മേടിക്കുക, പോവുക, ഇതേ ഉള്ളൂ. അവർക്ക് 100 രൂപ മാത്രമേ കൊടുത്തു വിടാവൂ. ഞാൻ ഇന്നലെ മുഴുവൻ ട്രെയിനിലിരുന്ന് ആലോചിച്ചത് ഇത് തന്നെയാണ്. ഇവൻ പറഞ്ഞു ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവുള്ളൂ. അതിന്റെ കാരണം പറയാവേ. അപ്പനും അമ്മയും മുടിഞ്ഞ പ്രണയമായി, 3 പിള്ളേരായപ്പം അപ്പന്റെ പ്രണയമൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ജനിച്ചു വീണപ്പം മുതൽ 2 or 3 സ്ത്രീകളുടെ മുല കുടിച്ച മനുഷ്യനാണ്. അതായത് ആർത്തിയാണ്, ഭക്ഷണത്തോട് കടുത്ത ആർത്തിയുള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അമ്മയോടും ഈ പുട്ട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ അമ്മ ഭയങ്കര രസകരമായ ഒരു കഥ പറയും. ഞങ്ങൾ ഈ ഒരു വനമേഖലയിലുള്ള ഒരാളാണ്. അപ്പൊ ഈ അമ്മ പറയും, എടാ നീ ആ കാട് കണ്ടോ? അത് 6 അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ അവസ്ഥയോട് വനമൊക്കെയാണ്, നെയ്യാർ വനമാണ്, ആറ്റിന്റെ കര ജീവിക്കുന്നതാണ്. അപ്പൊ അമ്മ പറയും, നീ ആ കാട് കണ്ടോ? ആ കാട് കണ്ടു. അവിടുത്തെ ഒരു ഞങ്ങളുടെ കാണിക്കാർ വിഭാഗം എന്നാണ് അവിടുത്തെ ആൾക്കാർ. അതിലൊരു നീലി എന്നുള്ള ഒരു പേര് പറഞ്ഞിട്ട് അവരുടെ 3 മക്കളുണ്ടായിരുന്നു. അപ്പൊ ഞാനും എൻ്റെ ചേച്ചിയും അനിയനെയും ഞാൻ ഉള്ളുകൊണ്ടങ്ങ് സങ്കല്പിക്കും. എന്നിട്ട് അതിലൊരു കുട്ടി ഒരിക്കൽ പുട്ട് ചോദിച്ചു. ആ സ്ത്രീ പുട്ടുണ്ടാക്കിയ സമയത്ത് അതിനകത്തൊരു മണിനാഗം, ഒരു ചെറിയ പാമ്പിരുന്നു. പുട്ടുകുത്തി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ആ പുട്ട് തിന്ന 3 കുട്ടികളും ചത്തു. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേണ്ടല്ലോ വിശപ്പ് മറന്നിട്ട് ഈ അമ്മയുടെ കഥയും കേട്ടിരുന്നു. പിന്നെ
പിന്നീട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മ ഒരു ചെറിയ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങളെ 3 അനാഥ മന്ദിരത്തിലേക്ക് ആക്കിയേ. അപ്പൊ എന്നെ കൊല്ലത്താക്കിയേ. അപ്പൊ എൻ്റെ അമ്മയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് അവിടുന്ന് കൊല്ലം വരെ വരാൻ ഒരു 46 രൂപയുടെ ചെലവുണ്ട്. അപ്പൊ എൻ്റെ അമ്മ വരില്ല, അവധിയായാലും വരില്ല. ഈ എല്ലാ കുട്ടികളെയും ആരെങ്കിലും വന്ന് വിളിച്ചിട്ട് പോകും. ഓണം, ക്രിസ്മസിനൊക്കെ 10 ദിവസം അവധിക്ക് ആരെങ്കിലും കൊണ്ടുപോകും. അപ്പൊ ഈ വലിയ നീണ്ട നിരയുള്ള കെട്ടിടത്തില് ഞാന് ഒരു ബ്രിൻഡോ റോബിനുണ്ട്, അവന്റെ അമ്മയെ അച്ഛൻ ചുട്ടുപോകുന്നതാ. അപ്പൊ ഞാനും ഇവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 4.5 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സൊക്കെ ഉള്ളൂ. ഇങ്ങനെ ഈ വലിയ കെട്ടിടത്തില് അവിടെ ഒരു കുക്കുണ്ട്. അയാള് കാണുമ്പോ തലമണ്ടയ്ക്ക് ഇങ്ങനെ കൈ മുറുക്കിയിട്ട് ഇങ്ങനെ കൊട്ടും. ഈ ഇടിയും കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ 10 ദിവസം കഴിയും. അപ്പോൾ ഈ അവധിയെ പേടിയാന്നേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പിള്ളേർ എത്രയും പെട്ടെന്ന് വരണേന്ന് ഇങ്ങനെ കടുത്ത ആഗ്രഹത്തോടെ ഇരിക്കും. ഇവന്മാര് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിന്നെയാണ് വിഷമം കൂടുന്നത്. കാരണം എന്താണെന്നറിയോ, ഇവന്മാര് വീട്ടിൽ പോയവന്മാര് തിരിച്ചു വന്നേച്ച് പറയും അവരുടെ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോയെന്ന്, മാമൻ ഇങ്ങനെ ഉത്സവത്തിന് കൊണ്ടുപോയി, അമ്മ എടുത്തുകൊണ്ട് നടന്നു, ആറ്റിൽ കുളിപ്പിച്ചു. ഈ കഥ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ കടുത്ത വേദന അനുഭവിക്കും. ഞങ്ങളിത് ഇല്ലല്ലോ. ഇങ്ങനെ യവന്മാരുടെ കഥ കേട്ട് ഞങ്ങളും ഓരോ കഥ പറയാൻ തുടങ്ങി. ഞാനായിരുന്നു ഒരു മികച്ച കഥാപാത്രം. അതായത് അപ്പനെന്നെ എടുത്തിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ ഈ പ്രേം നസീറിനേക്കാൾ സുന്ദരനായ ഒരു അപ്പനായിട്ട് അങ്ങോട്ട് അവതരിപ്പിച്ചു. പ്രേം നസീർ അല്ല, വിൻസെന്റ് എന്ന് പറഞ്ഞൊരു നായകനുണ്ട്. അതിനേക്കാൾ സുന്ദരനായ അപ്പനായിട്ടും എന്നെ അവിടെ ദൈവപുര എന്നുള്ള ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിൽ എന്നെ എടുത്തുകൊണ്ട് പോയതും, അമ്മ നെയ്യപ്പം ചുറ്റുന്നതും, നെയ്യാറിലെ ചീങ്കണ്ണികൾ ഇങ്ങനെ കരയിൽ വന്ന് കിടന്നതും, അതിനെ കല്ലെറിഞ്ഞു കൊന്നതും, ഇങ്ങനെ കഥ പറയും. എനിക്കൊരു രസം അനുഭവിച്ചെന്നറിയോ, എന്റെ മുന്നേ വന്നിരുന്ന പൊട്ടന്മാർ ഇതെല്ലാം ചെയ്തു, വിശ്വസിച്ചു. അന്ന് കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ്, നമുക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, കഥയുണ്ടാക്കണം. സത്യത്തിൽ ഞാൻ കഥ എഴുതുന്നത് എന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള, എന്റെ ഉള്ളിലെ അസ്വസ്ഥതകളെ മറികടക്കാനുള്ള, എനിക്കില്ലാത്ത കാര്യം, ഞാൻ ഒരിക്കലും ഒരു നല്ലൊരു മനുഷ്യനൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ കഥയിൽ എന്ത് ചെയ്യും, നല്ല മനുഷ്യന്മാരെ ഇങ്ങനെ സൃഷ്ടിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, കഥ എഴുതുക. എന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരഞ്ഞു പോകാതിരിക്കാനുള്ള എന്റെ കനത്ത സാധ്യതയാണ് ഒരു വഴി. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോ കരഞ്ഞു പോരുത്. ഇപ്പോ ഈ അടുത്തിടയ്ക്കും ഞങ്ങളുടെ നാട്ടില് ഒരു ചിക്കൻ കടയിൽ നിന്ന് 2 ബംഗ്ലാദേശികളെ പിടിച്ചുകൊണ്ടുപോയി. സത്യത്തിൽ 3-4 വർഷമായിട്ട് അവരുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പറ്റുകൾ. അപ്പൊ അവരെ പിടിച്ചോണ്ട് പോയപ്പം സത്യത്തിൽ അവര് തെറ്റുകാരാന്ന് മറ്റൊരു രാജ്യത്തിൽ. പക്ഷെ എനിക്ക് അവരുടെ സൗഹൃദം കളയാൻ പറ്റൂലല്ലോ. അപ്പൊ അവരോർത്ത് കരഞ്ഞാൽ ചിലപ്പോൾ എന്നെ എന്തിയാക്കും, ഞാനും അവരുടെ തീവ്രവാദ സംഘടനത്തിലുള്ള ആളാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരെ ഓർക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കഥ എഴുതുക. ഏറ്റവും അവസാനം എഴുതിയ കഥയും അവർക്ക് വേണ്ടിയിട്ട് എഴുതിയ. ഇപ്പം ഉള്ളിലെ കരച്ചിലിനെ ഏറ്റവും സത്യസന്ധമായി പുറത്തുവിടാൻ. അല്ലെങ്കിൽ ഞാനിങ്ങനെ അലറിക്കരഞ്ഞാലൊക്കെ എനിക്ക്, കാരണം 2 പിള്ളേരുടെ തന്ത, ഹയർ സെക്കൻഡറിയിലെ അധ്യാപകൻ, പിന്നെ കണ്ടാൽ ഒരു കുറ്റവാളി ലുക്കൊക്കെ തോന്നുന്ന ആള്, അയാൾ ഇരുന്ന് കരയുമ്പോൾ ഭയങ്കര ബോറാണ്. ആ ബോറ് മാറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്റെ സത്യസന്ധമായ കരച്ചിലാണ് എന്റെ കഥ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കഥ എഴുതുന്നത്. പച്ചാട്ട് ഒരു കഥ എഴുതിയിരുന്നു 2019-20 സമയത്താണ്. ഞാൻ അന്നിവിടെ PG മലയാളത്തിലാണ്. ഇവിടെ പഠിക്കുന്ന സമയത്ത് ആ ലൈബ്രറി അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പച്ചാട്ടിൻ്റെ കഥ ദേശാഭിമാനിയിൽ നിന്ന് അമ്മേൻ്റെ ആൺകുട്ടി എന്ന് പറയുന്ന ഒരു കഥ ഞാനത് വായിച്ചിട്ട് ഞാനാകെ അന്തം വിട്ടിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു തോട്ട് കിട്ടിയത്, ഈ ഒരു പ്രമേയം എങ്ങനെ വന്നേന്നുള്ളത്. അതായത് അമ്മയും മകനും തമ്മിലുള്ളൊരു പ്രേമത്തിൻ്റെ ഒരു കഥയായിരുന്നു, പ്രണയത്തിൻ്റെ കഥയായിരുന്നു അമ്മേൻ്റെ ആൺകുട്ടി എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ ലൈബ്രറീൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ആ എഴുത്തുകാരൻ്റെ മുമ്പിൽ വെച്ചിട്ട് അത് ചോദിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരിക്കൽ അതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചതിൽ പച്ചാട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കുറേ ആൾക്കാർ വിളിച്ച് തെറി പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മയും മകനൊക്കെ എങ്ങനെയാണ് ഈ ഒരു സമൂഹത്തിൽ പ്രേമിക്കുന്നത്, കാമിക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്നൊക്കെയുള്ള കുറേ തെറികൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
അല്ല അമ്മേൻ്റെ ആൺകുട്ടി എനിക്ക് തോന്നുന്ന ഒരുപാട് പ്രണയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ഇങ്ങനെ അതിനെ പറ്റിയിട്ട് നന്നായി പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശനം കിട്ടിയൊരു കഥ കൂടെയാണ്. നമുക്ക് വിമർശനം കിട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. രാഹുൽ പറഞ്ഞു കഥയെ പറ്റി പറഞ്ഞതാ. അല്ല, പ്രണയം എന്നുള്ളത് നമുക്ക് ലോകത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രണയത്തിൻ്റെ അങ്ങേപ്പുറത്തേക്ക് വെക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതിന് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, നമ്മളൊക്കെ മറക്കണ രീതിയിലുള്ള ഒരു 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 എഡ്ജാണ്. ഞാൻ വളരെ ഒരു ചെറിയൊരു ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. കാരണം എന്താ വെച്ചാൽ ഞാൻ മാർബിളിൻ്റെ പണിക്ക് പോണ സമയത്ത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകളിലാണ് ഞങ്ങളെ താമസം, താഴെയാണ് കിച്ചൺ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7:30 മണിക്ക് പണിക്കിറങ്ങും, വൈകുന്നേരം 7:30 മണി വരെ പണിയെടുക്കും. എന്നിട്ട് വന്നതിൻ്റെ ശേഷം നമ്മൾ ചോറും കൂട്ടാനും ഒക്കെ വെച്ചുണ്ടാക്കിയതിൻ്റെ ശേഷം മുകളിൽ പോയി കിടക്കും, താഴെയാണ് കിച്ചൺ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചോറ് തിന്നുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇതേമാതിരി പ്രണയമുള്ള ആൾക്കാരുണ്ട്. ഒരുത്തൻ താഴെ തന്നെയാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂമിൻ്റെ സ്റ്റെപ്പുമ്മിൽ ഇരുന്നിട്ട് ഫോൺ ചെയ്യണം, അവൻ്റെ പ്രണയിനിക്ക് ഫോൺ ചെയ്യണം. അങ്ങനെ ആ ചോറൊക്കെ തിന്ന് മുകളിൽ പോയി. അപ്പം മുകളിൽ വെള്ളം വെക്കൂല, ഭയങ്കര ചൂടായിരിക്കും മുകളിൽ. അപ്പം വെള്ളം താഴെ വന്നിട്ട് കുടിക്കുക ചെയ്യുക, ഞങ്ങൾ ആവശ്യമുള്ള അപ്പോൾ കുടത്തിലാക്കി വെച്ചിട്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ട് താഴേക്ക് ഇറങ്ങി, വെള്ളം കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റെപ്പുമ്മിൽ ഇരുന്ന ആള് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെന്താ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, വേറെ വാതിലൊക്കെ തുറന്നിട്ടാ. അങ്ങനെ പിന്നെ ഞാനത് കഴിഞ്ഞ് വീണ്ടും റൂമിലെത്തി. പിന്നെ നമുക്ക് മൂത്രമൊഴിക്കാൻ നീക്കുന്ന വിഷയത്തിന് പിന്നെ താഴെ വന്നപ്പം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇവൻ ഫോണ് ചെവിയിൽ വെച്ചിട്ട് ക്ലോസറ്റിൻ്റെ ചവിട്ടില്ലേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തല വെച്ചിട്ട് കിടന്നിട്ട് ഫോൺ ചെയ്യണം. ഇത് പ്രണയത്തിന് മാത്രം സാധ്യത. നമ്മൾ വേറെ ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ വിളിക്കുമോ? എല്ലാം മറന്ന്, ബാത്റൂം മറന്ന്, ക്ലോസറ്റ് മറന്ന്, സ്റ്റെപ്പ് മറന്ന്, എല്ലാം മറന്നിട്ടുള്ള അവരെ സംസാരമാണ്. അപ്പം ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഗംഭീരമായിട്ടാണ് തോന്നിയത് ആ ഒരു മൂമെന്റ്. പക്ഷെ അന്ന് പിന്നെ എൻ്റെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ഇവൻ ആ കക്കൂസ് മുഴുവൻ പേരണ്ടിട്ടാണ് വരുന്നത്. ഇവൻ എൻ്റെ അടുത്ത് വന്ന് കിടക്കാതൊക്കെ നോക്കേണ്ട എൻ്റെ ഡ്യൂട്ടിയായി മാറി. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അങ്ങനത്തെ ഭയങ്കര ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പ്രണയത്തിന്റെ ഇത് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ അമ്മേൻ്റെ ആൺകുട്ടി വായിച്ചിട്ട് ഞാൻ വായനശാലയിൽ ഇരുന്ന് വായിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇങ്ങനെ അജിജേഷ് പച്ചാട്ടല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആരോ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പച്ചയല്ലേ പച്ചാട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുക, ആരാണ് ആൾക്കാരാകുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞ ആണ്, നിങ്ങൾ ദേശാഭിമാനിയിൽ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മേൻ്റെ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പതുക്കെ പുറത്തേക്ക് വായനശാലൻ്റെ ഉള്ളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു കഥയായിട്ട് എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒറ്റയടിക്കും അതിലേക്ക് തോന്നി ഇത് നമ്മൾ സാധാരണ വരുന്ന രീതിയിലുള്ള ഒരു കോളല്ല. അപ്പം ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള എനിക്ക് അങ്ങനെ എന്താ പറയുക, നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് പറയാനൊന്നും അറിയില്ല. അപ്പം എങ്ങനെ എഴുതാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി, മനസ്സ് തോന്നി, അപ്പോൾ എഴുതിയതാണ്. എങ്ങനെയാ അങ്ങോട്ട് തോന്നിയ മാതിരി കഥ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം പിന്നെ പടാന്ന് പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് മൂപ്പര് ഷൗട്ടിങ്, അനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കേണ്ട ഓർമ്മയില്ല. അപ്പം ഞാനിത് മുഴുവൻ കേട്ടുന്നു. കാരണം അറിയുമ്പോൾ ആകെ സ്റ്റക്കായി പോയി. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു മടി പോലെ തോന്നി. നമ്മളൊരാൾ വിളിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്താൻ ഞാൻ അതൊന്നും ചെയ്യില്ല. അപ്പം ഞാൻ തുറന്നിട്ട ജനലിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ കമ്പനിക്കാരതിൻ്റെ ഉള്ളിൽ വായിക്കുന്നത് ഷംസു ഓനെ വിളിച്ച് ഈ ഒന്ന് പുറത്തിറങ്ങി വാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, എനിക്ക് നാളെ പിറ്റേന്ന് എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൾ വന്നിട്ട് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ഞാൻ സംസാരിച്ചു മൂപ്പരേക്ക്. അങ്ങനെ മൂപ്പര് ഒരു 20-25 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനൊന്ന് തണുത്ത്. കാരണം എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടൊന്നും പറയാത്തതുകൊണ്ട് മൂപ്പര് അങ്ങനെ താന്ന് വന്ന് അവസാനം എന്നെ ഉപദേശിക്കുന്നതായി. നിങ്ങൾക്കറിയാലോ, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ടാൾക്കും അറിയാം. ആദ്യം ചൂടാവും, പിന്നെ ഒരു ഉപദേശത്തിലേക്ക് പോകുമല്ലോ.
ഇങ്ങനെ നല്ല കഥകൾ നിങ്ങൾ പഴയ കാലത്തെ കഥകൾ വായിക്കണം. അപ്പം എനിക്ക് പിന്നെ മൂപ്പറായിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്ക് അത് മനസ്സിലാവില്ല. അപ്പം ഞാൻ ആ രീതിയിൽ അതിനെ പറഞ്ഞ് ആ ഫോൺ കോൾ കട്ടായി. അപ്പം അമ്മേൻ്റെ ആൺകുട്ടി എഴുതിയിട്ട് ഉണ്ടായ ഒരനുഭവമാണിത്. ഇതുപോലുള്ള പല ചോദ്യങ്ങൾക്ക് ഞാൻ ഈ കോളേജിലൊക്കെ പരിപാടിക്ക് പോകുമ്പോഴും അപ്പം ഈ പ്രണയത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് അമ്മ എന്തുകൊണ്ടാണ് മോനെ പ്രണയിക്കണേന്നുള്ളതിൻ്റെ ഒരു ചോദ്യം ആരും ചോദിച്ചില്ല എന്നുള്ളതാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം. കാരണം അമ്മമാരെ നമുക്ക് അറിയാലോ, നമ്മൾ ഈ അമ്മ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് മഹത്വവൽക്കരിക്കാൻ നമ്മൾ അമ്മമാർ ചെയ്യുക. അമ്മ ഒരു സ്ത്രീയാണ്. ഞാൻ പലപ്പോഴും പിന്നെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അമ്മ എന്താണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ എൻ്റെ അമ്മ എന്താ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. വളരെ കുറ്റബോധത്തോടു കൂടി ആലോചിക്കുന്നു എന്താ ചെയ്തതെന്ന്. ഒന്നും ചെയ്യല്ലേ അമ്മമാർക്ക് വേണ്ടിയിട്ട്. മക്കളേക്ക് തോന്നുന്ന ഏറ്റവും പുതിയ തലമുറപ്പെട്ട നിങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടായിരിക്കും. നമ്മളെ തലമുറപ്പെട്ട ആരും ഒന്നും അമ്മമാർക്ക് വേണ്ടി ചെയ്തില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിൽ വളരെ ചുരുക്കം ചില ആളുകൾ ചിലപ്പം ചെയ്തിട്ടുണ്ടാവും. ഇതിലുള്ള അമ്മേൻ്റെ ആൺകുട്ടിയിലുള്ള അമ്മയ്ക്ക് എന്താ പറയുക, രാത്രി പുറത്തിറങ്ങണം, തട്ടുകടയിൽ നിന്ന് പിന്നെ ഓംലേറ്റ് അടിക്കണം, ബൈക്കിൽ പോകണം. അതൊന്നും പോരാ, കല്യാണപ്പുറ പോയിട്ട് ഡപ്പാങ്കൂത്ത് കളിക്കണ പിന്നെ ചെക്കന്മാരപ്പുറം അടിപൊളിയായിട്ട് ഡപ്പാങ്കൂത്ത് കളിക്കണം. അപ്പം ഇതൊക്കെ ചെയ്തു കൊടുക്കണ ഒരു മോനുണ്ട് ഇവർക്ക്. എന്തിനും മോൻ തയ്യാറാണ്, റെഡിയാ. ഇനി പട്ടം പറത്താണ്, പട്ടം പറത്തുമ്പോൾ പിന്നെ എന്താ പറയുക, അമ്മ മോന് വേണ്ടിയിട്ടല്ല, മോൻ അമ്മേൻ്റെ ഒപ്പം ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ള പിന്നെ ഒരമ്മയായിരുന്നു അമ്മേൻ്റെ ആൺകുട്ടി എന്നുള്ള ആ ക്യാരക്ടർ, അതിലുള്ള ക്യാരക്ടർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ആ ഒരു ഘട്ടത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഒരു വൈബ് എന്നൊക്കെ പറയില്ല, കണക്റ്റാവണം. അപ്പം അത് പ്രണയം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ പ്രണയത്തിന് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പ്രണയത്തിനെ കാണുന്നത് എന്നുള്ളത് ആണ് ഇതൊരു കാര്യം. മനസ്സിലായില്ലേ? പ്രണയത്തിന് നമ്മൾ എങ്ങനെ കാണുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടാവും, ഒരുവിധ ആൾക്കാരൊക്കെ പ്രണയിച്ചിട്ടുണ്ടാവും. നമുക്ക് പ്രണയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഞാൻ പറഞ്ഞത് തരാം, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പ്രണയിച്ച കാലത്തിന് നിങ്ങൾ ഒരിക്കലും തള്ളി പറയാം. പ്രണയിച്ച കാലത്തിന് നമ്മൾ ഒരിക്കലും തള്ളി പറയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരു കൊല്ലാണ് പ്രണയിച്ചതെങ്കിൽ ആ പ്രണയത്തിൽ നിങ്ങൾ അനുഭവിച്ച കുറച്ച് സാധനങ്ങളുണ്ട് ഇല്ലേ, അത് നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ പറ്റണം. അപ്പൊ തെറ്റിന്ന് വിചാരിച്ചിട്ട് അത് ചിലപ്പം പിന്നെ എന്താ പറയാ, ദേഷ്യപ്പെടലുണ്ടപ്പോ മുന്നിലിരിക്കുന്ന ആള് ചിരിക്കണ്ട്. അപ്പൊ അല്ല, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വിട്ടിട്ട് നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് അനുഭവിച്ച ആ സാധനത്തിന് നമ്മൾ ഒരിക്കലും തള്ളി പറയരുത് എന്നാണ് ഞാൻ പറയാം. കാരണം അത് നമുക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന സാധനം, വേറെ ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ അമ്മേൻ്റെ ആൺകുട്ടിയിൽ അത്തരത്തിലുള്ള ഒരു കഥാപാത്രം ആ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മയ്ക്ക് പ്രണയം തോന്നിയിട്ടുണ്ടാവുക. പിന്നെ അമ്മേൻ്റെ പ്രണയം എങ്ങനെയാണ് അതിൽ എന്നുള്ളത് പിന്നെ അത് കഥ വായിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഞാനത് അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു അതിൽ ആ കഥാപാത്രങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പറഞ്ഞത്. അപ്പം പ്രണയം ഇത് കൺക്ലൂഡ് ചെയ്യാണ്. പ്രണയം ഏത് നിമിഷം എപ്പം എങ്ങനെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് എവിടെ എങ്ങനെ എപ്പോഴും സംഭവിക്കാം. ഓക്കെ, അത് പ്രണയം എല്ലായ്പ്പോഴും സംഭവിക്കട്ടെ എല്ലാ മനുഷ്യരിലും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിനേയും എല്ലാത്തിനെയും നമ്മൾ ഒരു പൊളിറ്റിക്കൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സമീപിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞാൽ അനുഭവങ്ങളിൽ നമുക്ക് എത്രത്തോളം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ട് അളക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഈ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള വൈകാരികമായിട്ടുള്ള ആ അനുഭവത്തെ നമുക്ക് കഥയാക്കാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും. അതൊരു വെല്ലുവിളിയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എനിക്ക് ഇനിയുള്ളൊരു ചോദ്യം മാഷിനോട് എന്നുള്ളത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. വാർത്ത വായിച്ചിട്ടുണ്ടാവും, ഒരു കുട്ടി ആ സ്കൂളിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഒരു ടീച്ചർ പറഞ്ഞ ഡയലോഗാണ്, ഈ പിള്ളേർക്ക് പഴയതുപോലെ അടി കിട്ടുന്നില്ല. അടി കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ അവിടെ ഇങ്ങനെ ആലോചിച്ചു, അടി കിട്ടിയാൽ രക്ഷപ്പെടും. അപ്പം ഞാൻ അവിടെ നിന്ന് ചിന്തിച്ച എൻ്റെ ആദ്യ കഥയുടെ പേര് മുള്ളലിൻ്റെ മണം എന്നാണ്.
ആ കഥ എഴുതാൻ എൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. ഒരു കാര്യം പറയാം. എന്നെ ഒരു 4.5 വയസ്സിൽ അമ്മ അനാഥ മന്ദിരത്തിലാക്കി. ആക്കി കഴിഞ്ഞപ്പം എനിക്ക് കിടക്കയിൽ മുള്ളുന്ന സ്വഭാവമുണ്ട്. ഒന്ന് പേടിച്ചിട്ടാണ്. അപ്പം 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരു സ്ഥലത്ത്, 1 മുതൽ 3ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരു സ്ഥലത്ത്, അതിനെ നോക്കാൻ ഒരു വലിയ കുട്ടി. ഇങ്ങനെയാണ് ആ മന്ദിരത്തിലെ ഒരു രീതിയെ. അപ്പൊ ഞാൻ അതിനകത്താ. എനിക്ക് 1ാം ക്ലാസ്സിലും ആയിട്ടില്ല. ഞാൻ 5 വയസ്സ് തികയാത്തത് കൊണ്ട് അവിടെ നിർത്തിയിരിക്കാം. അപ്പം ആ ചേട്ടനാണ് ഞങ്ങളെല്ലാം അച്ചടക്കമുള്ള മനുഷ്യരാക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങി, ഞാൻ 2 ദിവസം കിടന്നുറങ്ങിയപ്പോ മൂത്രമൊഴിച്ചു. ആ ചേട്ടൻ അടി തന്നു, എന്നെ കൊണ്ട് അത് കഴുകിച്ചു. അതൊക്കെ ഓക്കെയാണ്. അടുത്ത ദിവസം ഈ അടി കിട്ടാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ പതിയെ എഴുന്നേറ്റു. നല്ല പേടിച്ചിട്ടാ. പുറത്ത് നോക്കുമ്പോൾ ഒരു ഗ്രില്ല് മാത്രമേ ഉള്ളൂ, അല്ല ഈ അടച്ചുപൂട്ടൊന്നുമില്ല. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ട്. എനിക്ക് പുറത്തു പോയി മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തെ വിളിക്കാൻ ഒരു പേടി. അമ്മയൊക്കെ ആണെങ്കിൽ വിളിച്ചു പോകാലോ. അപ്പൊ ഞാൻ പതിയെ പോയി വാതിലിന്റെ സൈഡിലിരുന്നു. വാതിലിന്റെ അടിയിൽ കൂടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതുവഴി എന്ത് ചെയ്യാണ്, മൂത്രം ഒഴിക്കാൻ. അപ്പം മൂത്രം അങ്ങോട്ട് പോയ മൂത്രം ഇത് ചരിവ് ഇങ്ങോട്ടായതുകൊണ്ട് ഇതിങ്ങോട്ട് വരിക. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്റെ കൈ കൊണ്ട് അതിനെന്ത് ചെയ്യണം. പിന്നെ ഈ കൈ കൊണ്ട് ഇങ്ങനെ തട്ടുന്ന സമയത്ത് പിന്നെ ഞാൻ കണ്ടത് എന്റെ മുതുകില് ഈ ചേട്ടൻ ഇങ്ങനെ കാലോട്ട് ചവിട്ടി പിടിച്ചേക്കാം. എന്നിട്ട് തുണി തുടയ്ക്കുന്നത് പോലെ അയാള് എന്നെ ആ മൂത്രത്തിലിട്ട് എന്ത് ചെയ്തു, തുടച്ചു. ഈ മൂത്രത്തിലുള്ള തുടച്ച അനുഭവം അതിനുശേഷം ഞാൻ കിടക്കയിൽ മുള്ളിയിട്ടില്ല. ആ ഇത് പേടിച്ചിട്ടാണോ അപ്പൊ പുള്ളിക്കാരും അവിടെ പ്രചരിപ്പിച്ചത് കണ്ടോ. എനിക്കറിയാം അവന്മാരെയൊക്കെ എങ്ങനെ നോക്കണമെന്ന്. പക്ഷെ ആ വേദന ഉണ്ടല്ലോ. എനിക്ക് 2 മക്കളായി. എന്റെ മൂത്തവൻ കിടക്കയിൽ മുള്ളിയപ്പോഴും ആ വേദന എന്നെ വിട്ടു പോയില്ല. ഇതിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലി ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, തിരുത്താൻ കഴിയില്ല. അധ്യാപകനായതിനു ശേഷം ഇന്നേ വരെ ഒരു കുട്ടിയെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. എന്റെ 12-14 വർഷം സർവീസിൽ ഒരു കുട്ടിയെ പോലും എന്ത് ചെയ്തിട്ടില്ല, തല്ലിയിട്ടില്ല. ഈ രാഷ്ട്രീയം എന്നെ ഡെവലപ്പ് ചെയ്തത്. എന്റെ കുട്ടി മൂത്രമൊഴിക്കുന്ന സമയത്ത് ഭാര്യ എഴുന്നേൽപ്പിക്കുന്നു. അവൾ കുറെ വഴക്ക് പറയുന്നു. ഞാൻ ഇവനെ തോളിലിട്ടോണ്ട് എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അവള് പറയും 2നെയും മൂത്രം നാറുന്നെന്ന് പറയും. എനിക്കത് വലിയ പക്ഷെ ഇപ്പൊ ഇതെന്ത് ചെയ്ത് ഗ്രാജുവലി ഇത് മാറി. നോക്കൂ, ഈ പൊളിറ്റിക്സ്, അത് മുള്ളലിന്റെ മണം എന്ന കഥ എന്റെ രാഷ്ട്രീയമാണ്. മർദ്ദിച്ച് ഒരു കുട്ടിയെയും എന്ത് ചെയ്യാൻ കഴിയില്ല, തിരുത്താൻ കഴിയില്ല. ഈ രാഷ്ട്രീയം എന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വിഷയങ്ങൾ സംസാരിക്കാൻ. ഇനി പെൺജൗളീസ് എന്നൊരു കഥ എഴുതി, പിന്നെ മോഹിനിയാട്ടം എന്നുള്ളത് എഴുതി. ഇതൊക്കെ എനിക്ക് അവരോട് സംസാരിക്കാനുള്ള രാഷ്ട്രീയമാണ്. എൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞു വയ്ക്കാനുള്ള ഒരു ടൂള് കൂടെയാണ് കഥ. അത് എത്ര പേര് വായിച്ചെടുക്കുന്നു എന്നൊന്നൊരു പ്രശ്നമല്ല. മുള്ളലിന്റെ മണം വായിച്ചിട്ട് ഇത്രയും വലിയൊരു പ്രശ്നവും ഇത്രയും വലിയൊരു വേദനയും ഇത്രയും വലിയൊരു രാഷ്ട്രീയവും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കണമെന്ന് എനിക്കില്ല. പക്ഷെ എനിക്ക് പറയണം, എൻ്റെ രാഷ്ട്രീയം പറയണം. പറയാനുള്ള സാധ്യതയായിട്ട് ഈ കഥ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയറായി? ശരി. ഈ സെയിം ചോദ്യം തന്നെ എനിക്ക് പച്ചാറിനോട് ചോദിക്കണം ഭയങ്കര ആഗ്രഹമാണ്. അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മളെപ്പോഴും ചോദ്യം ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കഥ എഴുതുമ്പോൾ പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രമേയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം സംസാരിക്കുന്ന ഡയലോഗുകൾ എഴുതുമ്പോൾ, അപ്പം ഈ ഒരു സാധനം ഉള്ളിലേക്ക് അബോധമായിട്ട് കടന്നു വരാറുണ്ടോ? അതോ നമുക്ക് ആ ഒരു എങ്ങനെയാണ് അതിനെക്കുറിച്ച് കഥയിൽ എങ്ങനെ ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കഥ എഴുതുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് ഒന്ന് അറിയണമെന്ന് ആഗ്രഹം. അല്ല, എനിക്ക് തോന്നണം എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നമ്മൾ ജീവിക്കുന്ന പരിസരത്തിനായിട്ട് ബന്ധപ്പെട്ട് കാലത്തിനായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ, അത് വ്യക്തി സ്വാതന്ത്ര്യമായിരിക്കാം, ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമായിരിക്കാം, അതൊക്കെ നമ്മൾ സംസാരിച്ച് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ അല്ലേ, അതായത് അത്രയും നമ്മൾ വളരെ കർശനമായിട്ട് ഇല്ലേ സംസാരിക്കുന്നത്. അതിന് മുന്നേ ഞാനൊക്കെ ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്ത സാഹിത്യ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു ചർച്ചയൊന്നും ഭയങ്കര ഭീകരമായിട്ട് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല.
ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളാണ് നമ്മളത് അതിഗംഭീരമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങിയത് സൊസൈറ്റിയിൽ. അത് ആർട്ടിൽ വളരെ കൃത്യമായിട്ട് ആർട്ടിലത് പിന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് നടന്നിട്ടുണ്ട്. ആർട്ടിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ്. കാരണം ആർട്ട് അതിൻ്റെ ഒക്കെ അങ്ങേപ്പുറമാണ്. ആർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു നിയമം നമ്മൾ ചെയ്യണ ആർട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആർട്ട് പോകും. പക്ഷേ അപ്പോഴും ഞാൻ പറയാം, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിലുണ്ടെങ്കിൽ അതത്രയും നല്ലതാണ്. ഇപ്പം ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ കുറച്ച് മുന്നേ ഉള്ള സാഹിത്യ രൂപങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ലേശം പ്രശ്നമുള്ള ഏരിയ വെച്ചിട്ട് ടൈറ്റിലൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പുതിയ തലമുറ, അപ്പോൾ രാഹുലാണ് ഈ ചോദ്യം ചോദിച്ചത്. രാഹുൽ ഏറ്റവും പുതിയ തലമുറ അതിഗംഭീരമായിട്ട് കഥ എഴുതുന്ന ആളാണ്. അപ്പോൾ രാഹുൽ ആണെങ്കിലും ഏറ്റവും പുതിയ തലമുറപ്പെട്ട പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അവരെഴുതുമ്പോൾ ഇത് വരില്ലല്ലോ, അതെങ്ങനെയാണ് വരാതെ ആയത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ജീവിക്കുന്ന കാലം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഇതാണ് നമ്മളെ കറക്റ്റാക്കി കൊടുക്കുക. അതിങ്ങനെ നിരന്തരം നടന്നു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഭയങ്കര കർശനമായിട്ടല്ല, അത് സ്വാഭാവിക പ്രക്രിയയിലൂടെ അത് വരും. നമുക്കത് വിളിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല, ഇത് വരും. നമ്മൾ മനുഷ്യന്മാരല്ലേ. ഞാനത് ആദ്യം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് വായനയും എഴുത്തും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, എഴുതുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും എനിക്ക് തോന്നില്ല. ഒരു രണ്ടാക്കും മാഷുക്ക് അറിയാം, രാഹുലിന് അറിയാം, ഒരു പ്ലോട്ട് കിട്ടിയിട്ട് അതിനെ വികസിപ്പിക്കണ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളത് എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നിയമം വെച്ചാൽ ഇതൊക്കെ താറുമാറാവും. അപ്പം നമ്മൾ എഴുതുമ്പോൾ അങ്ങോട്ട് എഴുതുകയാണ് ചെയ്യുക. പിന്നെ അതിൽ വരണത്, ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇപ്പം നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് വരെ നമ്മൾ കഥ എഴുതി. എനിക്ക് നല്ല പേടിയുണ്ട്, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റാണെന്നുള്ള ഒരു തലമുറ വരും. കാരണം നമ്മൾ മനുഷ്യന്മാർ നിരന്തരം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് നമ്മുടെ ചങ്ങായിമാരായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിചാരിച്ച്, അല്ലെങ്കിൽ എഴുതിയതിന് ശേഷം വിചാരിച്ച സാധനങ്ങളൊക്കെ പിന്നീട് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാം. നമ്മൾ ചോദ്യം ചെയ്യണതിനോട് വിമുഖത പിന്നെ ഇതാക്കല്ല വേണ്ടത്. നമ്മളത് തിരുത്തുക. ആ സമയത്ത് അങ്ങനത്തെ ഒരു തിരുത്തൽ വന്നാൽ നമ്മളത് ഉൾക്കൊള്ളുക. അത്രേ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആർട്ട് നടക്കുമെന്ന് എനിക്ക് സംശയം. അതൊരു ചർച്ചയ്ക്ക് ഇടുകയാണ് ഞാൻ മുമ്പിലേക്ക്. അതിൻ്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞുതരാം. ഇന്നിപ്പം വളരെ കാലങ്ങൾക്ക് ശേഷം എന്നെ BEd പഠിപ്പിച്ച ടീച്ചർ ഇന്നിപ്പോൾ എന്നെ കാണാൻ, രതീഷെ പറഞ്ഞ കാണാൻ പോകാന്ന് പറഞ്ഞ് പോയിട്ട് മാളിലൊക്കെ പോയിട്ട് ആ ടീച്ചർ എന്നെ വളരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ട്, കാരണം അന്ന് ഞാൻ ഓർഫണേജിൽ നിന്ന് BEd പഠിക്കാൻ പോയ കുട്ടിയാണ്. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ ഈ ടീച്ചർ എന്നെ ചേർത്ത് നിർത്തിയിട്ട് ചെവിയിലിങ്ങനെ കരിമാന്ന് വിളിക്കും. ഈ വിളി എൻ്റെ അമ്മ വിളിക്കുന്നതും കരിമാന്നാണ്. എൻ്റെ ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോഴും പ്രണയം കൂടുമ്പോഴും കരിമാന്നാണ് വിളിക്കുന്നത്. വേറെ ആരെങ്കിലും വിളിച്ചാൽ നല്ല തള്ളക്ക് വിളിക്കും. ഇത്രയേ ഉള്ളൂ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. നമുക്ക് ഇഷ്ടം തോന്നണം ആ വാക്ക്. ഇതിപ്പം നമുക്ക് ഒരു വാക്കിന് പകരം ഇപ്പം ഞങ്ങൾക്ക് മുലപാതി മുറിഞ്ഞവളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു, കനലിൻ വിളി ചാട്ടുളിയായി. ഈ കവിത ഞാൻ കുട്ടിയെ പഠിപ്പിക്കുക. ആ മുലയ്ക്ക് പകരം ഞാൻ വേറൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സമൂസ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ വാക്ക് തന്നെ ചിലപ്പോൾ ചില കഥയ്ക്ക് വേണ്ടി വരും. ഇപ്പൊ അജിനേഷ് പറഞ്ഞ പോലെ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വാക്കില്ലായിരുന്നോടാ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദ്യം ചെയ്യണമല്ലോ. മാറി വരുന്നതിനനുസരിച്ച് ഇപ്പം എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ കരിമൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. കാരണം എൻ്റെ ഒരു ഗുരുനാഥനായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്. നമ്മളെല്ലാം പല വ്യക്തിത്വമാണ്. അപ്പം പലരും പറയും, സാർ അത് ആ വിളിയിലൊരു സ്വാഭാവികതയില്ലേ, ആ വിളിയിൽ ആ കറുത്ത നിറത്തെ അധിക്ഷേപിക്കില്ലേ. സത്യം പറയാലോ, എൻ്റെ വൈഫിന് ഏറ്റവും സ്നേഹം തോന്നുമ്പോൾ വിളിക്കിനെ ചെറുതൊരു ഈ ചെവിയുടെ അറ്റത്ത് കടിച്ചിട്ട് ഇവളൊരു വിളി വിളിക്കും, കരിമാന്നൊരു വിളി വിളിക്കും. ഞാൻ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ട് ഭയങ്കര പ്രണയം അനുഭവിക്കുന്നത് ആ വിളിയും ഇവളുടെ ഈ കടിയുമാണ്. അപ്പോൾ നീ കരിമനെന്ന് വിളിച്ചു, നീ എന്നെ എന്താണ് വർഗീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അവളെടുത്ത് ഉടക്കാൻ നിന്നാലോ ആ ക്വയറ്റ സുന്ദരമായ നിമിഷതയും അവൾ പിന്നെ വിളിക്കൂല. ഇത്രയേ ഉള്ളൂ കഥയിലും. ആ കഥയിൽ ആവശ്യപ്പെടുന്നത് അവൾ ബോധപൂർവം ചെയ്യുന്നതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. അവൾ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്,
ചുമ്മാ പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ അപ്പൊ അന്വേഷിച്ച് ശ്രദ്ധിച്ചല്ലേ നിവർന്നെ ഇതിപ്പോ വലിയ ഗൗരവമായിട്ട് കാണും. അപ്പൊ ആ സുന്ദരമായ നിമിഷം കളയാതിരിക്കാൻ ഞാൻ ആ വിളിയെ അംഗീകരിക്കുന്നത് പോലെ കഥ അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പലപ്പോഴും നമുക്ക് കഴിയാറില്ല, പറ്റാറില്ല എന്നുള്ളത്. ഞാൻ പിന്നെ ഇപ്പൊ നേരത്തെ പ്രണയത്തിനെ പറ്റി പറഞ്ഞില്ലേ, അപ്പൊ അതാണ് ആ പ്രണയത്തിന്റെ ശക്തി. മറ്റുള്ളവൻ വിളിക്കുമ്പോൾ എന്താ പറയാ, മറ്റുള്ളവൻ വിളിച്ചിങ്ങനെ അടിക്കുന്ന ആളാണ് ആ വിളിക്കുമ്പോൾ പ്രണയത്തിൽ അതതിൻ്റെ ഒരു വേറൊരു വേർഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ തമാശയ്ക്ക് പോലും മാഷെ, തമാശയ്ക്ക് പോലും രാവിലെ അങ്ങനെ വിളിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് നമ്മളെ വിളിക്കണതല്ല, പുറത്തൊരാളെ വിളിക്കുമ്പോൾ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ ചങ്ങായിമാരോട് അങ്ങനെ കളിയാക്കലുകൾ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. നമ്മൾ മനുഷ്യർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇല്ല. എന്താ ഉള്ളത്, നമുക്ക് നിറോ അല്ലെങ്കിൽ മറ്റുള്ള പിന്നെ ജെൻഡർ സാധനം ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് ആയിരിക്കണം. അപ്പം തമാശയ്ക്ക് പോലും അത് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഇതിപ്പോ പ്രണയം, ഞാനതാ പറഞ്ഞ പ്രണയം ഇതൊക്കെ മേലെ നിയമസഭാ രേഖകളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് അവസാനം നീക്കിയ വാക്ക് ചാത്തൻ എന്ന വാക്കാണ്. അത് നിങ്ങൾ കണ്ടിരുന്നോ? ചാത്തൻ എന്ന വാക്കാണ്. കാരണം മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞു ചാത്തൻ സാധനങ്ങൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നമ്മുടെ എൻ രാജൻ മാഷ് എഴുന്നേറ്റ് പറയുകയാണ്, ഡയലോഗ് പറയാണ്, ചാക്കോ നാട് ഭരിക്കട്ടെ, ചാത്തൻ പൂട്ടാൻ പോകട്ടെ. ആ മുദ്രാവാക്യത്തിൽ അത് പിന്നോക്ക വിഭാഗത്തെ കളിയാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് തിരുത്തുകയും നിയമസഭാ രേഖയിൽ നിന്ന് ഏത് വാക്ക്, ചാത്തൻ എന്ന വാക്ക്, വി ഡി സതീശൻ ഉപയോഗിച്ച വാക്ക് പിൻവലിക്കുകയും ചെയ്തു. നമ്മൾ എങ്ങനെയാണ്, അല്ലാതെ പെട്ടെന്ന് ഒരാള് അങ്ങനെ വിളിച്ചതിന്റെ പേരിലല്ല. അത് വളരെ മാന്യമായിട്ടുള്ള ഒരു ഭംഗിയായിട്ട് പറഞ്ഞു ചെയ്തു. അതിന് ജനത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ ഇരിക്കുന്ന എന്നെക്കാൾ പൊളിറ്റിക്കലി കറക്റ്റാണ് മുന്നിലിരിക്കുന്നവരെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. സത്യത്തില് ആ കരിമൻ വിളിയെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാം. എനിക്ക് പക്ഷെ അതിന് പ്രതിരോധിക്കാൻ ശേഷിയില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാ അങ്ങനെ വിളിക്കണ്ടേ, ആവശ്യമില്ല എന്ന് ഇവർ ചോദിച്ചേക്കാം. ഞാൻ അത് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത്. ഈ ചാത്തൻ എന്ന് പറയുന്നൊരു വിളിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചെക്കന്മാരുടെ ഇടയിൽ പറയുന്നൊരു പേരാണ് ചാത്തൻ. ചാത്തൻ സാധന, ചാത്തനാണെന്ന് പറയാം. എന്നാൽ നമ്മളത് വാങ്ങുന്നുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. അതേപോലെ ക്യാമ്പസുകളിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചെക്കന്മാർക്ക് പേര് ചാത്തൻ എന്നാണ് ഏറ്റവും കൂടുതൽ. ഈ നാട്ടിലൊക്കെ ചെക്കന്മാർക്ക് ഇടുന്ന പേരിലൊന്ന് ചാത്തൻ എന്ന് പറയുന്നൊരു പേരാണെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെക്കന്മാരുടെ അടുത്ത് പോയിട്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. അവര് രാവിലെ എണീറ്റാൽ അവര് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ചില ആൾക്കാർ കട്ട പൈസ ചോദിക്കുന്നു, സാധനം വാങ്ങുന്നു, സന്തോഷിക്കുന്നു, ഉറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്നു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നിന്റെ ഗവേഷണമൊക്കെ നിന്റെ യൂണിവേഴ്സിറ്റിയിൽ മതി, ഇവിടെ വേണ്ട എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാലും കുറെ മാറിയിട്ടുണ്ട് അവരൊക്കെ. എനിക്ക് അതിലേറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പണ്ട് നമ്മുടെ ഈ മഞ്ചേരി ഒക്കെ ഈ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് രാത്രി നിൽക്കുമ്പോഴേ അപ്പൊ ഇവർ പല പേരുകളും പറയാറുണ്ടായിരുന്നു. പക്ഷെ അവരത് തിരുത്തിയിട്ടുണ്ട്, കുറെ ആൾക്കാർ അത് തിരുത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പേരിലേക്ക് പലരും വന്നിട്ടുണ്ട്. അത് ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണെന്നുള്ളതാണ് ഈ നാട്ടുംപുറത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു സമയം എന്തായി എന്നുള്ളത് അവരും പറയുന്നില്ല. 10 മിനിറ്റ്. അപ്പോ രണ്ടുപേരോടും കൂടി ഒറ്റൊരു ചോദ്യം. കാരണം നമ്മുടെ എല്ലാ കാലത്തും ഈ ജനപ്രിയ സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനും അതിനെ പ്രതിഷേധിക്കാനും അതിനെ നിരാകരിക്കാനൊക്കെ ഒരുപാട് മനുഷ്യർ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വിജയിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ളൊരു ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും പ്രശ്നം വിശപ്പാണ്, സാമ്പത്തികം തന്നെയാണ്. ഇപ്പൊ പച്ചാട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ ഒരു ദിവസം ചോദിച്ചു, എനിക്ക് കൗതുകത്തോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാവുന്നത്? കാരണം എഴുതിയിട്ട് ഇപ്പം അത്ര വലിയ പൈസ കിട്ടും എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഒരു കഥ എഴുതിയിട്ട്, ഞാനൊരു കവിത എഴുതിയിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് എത്ര പൈസ കിട്ടും എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞൊരു സാധനം, എടാ ഞാനൊരാഴ്ച പണിക്ക് പോകും, പിന്നത്തെ ഒരാഴ്ച ഞാൻ കഥ എഴുതാനിരിക്കും, പിന്നെ ആ കഥ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത ആഴ്ച ഒരു പണിക്ക് പോകും. എനിക്കത് ഭയങ്കര രസമായി തോന്നി. ഐ മീൻ എഴുത്തും ജീവിതവും കൊണ്ടുപോകുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം അഖിലേട്ടൻ്റെ ഇപ്പം റാം കെയർ ഓഫ് ആനന്ദി ആയാലും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടായാലും ഇവരൊക്കെ സൃഷ്ടിച്ചൊരു ഓളമുണ്ട്. നമ്മുടെ ഈ പുതിയ വായന മരിച്ചു, ആരും വായിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്, വായന അവിടെ നിൽക്കട്ടെ, വായിച്ചോ വായിക്കാതിരിക്കട്ടെ, അതൊക്കെ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു സാധനം, എല്ലാവരും പുസ്തകങ്ങൾ കയ്യിൽ വെച്ച് പിടിച്ചുകൊണ്ട് ആഘോഷിച്ചു എന്നുള്ളതാണ്. ആഘോഷിക്കപ്പെട്ടു പുസ്തകങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജനപ്രിയ സാഹിത്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമ്മളൊരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യതയും അതിൻ്റെ ഒരു വെല്ലുവിളിയും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാനൊരു ആഗ്രഹമുണ്ട്. ജനപ്രിയ സാഹിത്യം ഒരിക്കലും ഒരു നമ്മളതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ഈ സാഹിത്യം, ജനപ്രിയ സാഹിത്യം എന്നുള്ളത് മൊത്തത്തിലൊരു സാഹിത്യം എന്നുള്ള രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ എല്ലാം എഴുത്താണല്ലോ, നമുക്ക് കണക്ട് ചെയ്യണം. ഏത് പുസ്തകമാണെങ്കിലും ഒരു വരിയാണെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പുസ്തകം വിറ്റുപോകും, അല്ലെങ്കിൽ ആ കൃതി വായിക്കപ്പെടും. അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പം രാഹുൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഒട്ടുമിക്ക ആൾക്കാർ. അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വായിച്ചതല്ലല്ലോ, അല്ല. അതാണ്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എവിടെയോ കണക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നേരത്തെ അതിനെ കുറിച്ചിട്ട് മാഷും ഞാനും അവിടെ നിൽക്കുമ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരിക്കൽ എന്നാണ് പുസ്തകം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിക്കുന്ന പുസ്തകമാണ് ഒരിക്കൽ. ഞാനത് വായിച്ചിട്ട്, ഞാൻ വായനശാലയിൽ നിന്ന് എടുത്തിട്ടാണോ അന്ന് വായിക്കണേ. അന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് നല്ല രസമുള്ള പുസ്തകം. പക്ഷെ ആരും ക്യാമ്പിൽ ഒന്നും ഒരിക്കലിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് മുന്നേ പോയ ആൾക്കാർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറയും, നമ്മളത് എഴുതിക്കൊണ്ടുപോകും, പിന്നെ വായനശാലയിൽ പോയിട്ട് ഇങ്ങനെ എടുക്കും. ഇതൊക്കെയാണ് അന്നത്തെ പരിപാടി. അതിൽ ഈ ഒരിക്കൽ എന്നുള്ള പുസ്തകമേ ഇല്ല. ഒന്ന്, ഞാൻ അതിൻ്റെ വ്യത്യാസം പറയാം. പക്ഷെ ഒരിക്കൽ ഈ ഒരു കാലഘട്ടത്തിൽ അതിഗംഭീരമായിട്ട് വായിക്കപ്പെട്ടു. രണ്ടാമത്തെ മാത്യു ചേട്ടൻ്റെ പുസ്തകം ചാവുന്നു. അന്ന് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഗംഭീര പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ്, പ്രതീഷ് എം പി ആണ്, നമ്മളെ കവി പ്രതീഷ് എം പി ആണ് എനിക്ക് സജസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ക്യാമ്പിൽ അന്ന് നമ്മൾ ക്യാമ്പൊക്കെ വരുന്ന സമയത്ത്. എന്നിട്ട് ഞാനത് തപ്പി പിടിച്ച് വായിക്കുകയാണ് വായനശാലയിൽ പോയിട്ട്. എന്തൊരു വർക്ക്! അപ്പം ഞാൻ ആലോചിക്കുന്നത്, എന്തൊരു നല്ല പുസ്തകം, ഒരാളിത് അങ്ങനെ പറഞ്ഞ അന്നിട്ടോ, ഇന്നല്ലേ, ഇന്നത് അതിഗംഭീരമായിട്ട് വിറ്റുപോയിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് ചർച്ചകളിലും പിന്നെ അതിനെ പിൻപറ്റി സിനിമയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ, ഓരോ പുസ്തകത്തിലും ഓരോ യോഗമുണ്ട്. ഏതൊക്കെ സമയത്ത് ആളുകളിലേക്ക് എത്തണം, എങ്ങനെയൊക്കെ ഇത് വായിക്കപ്പെടണം. എഴുത്തുകാരനെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ പറഞ്ഞ വളരെ കറക്റ്റാണ്. സാമ്പത്തികം എന്നുള്ളത് ഭയങ്കര ഒരു പോയിന്റാണ്. അതിൻ്റെ ഒക്കെ അങ്ങേപ്പുറത്ത് നമുക്ക് സാമ്പത്തികം വേണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നോവൽ എഴുതിയിട്ട് കൊണ്ടു നടന്നിട്ട് ആൾക്കാർ വായിക്കണമെന്നില്ലല്ലോ. ഇത് എപ്പോഴൊക്കെയോ ഏതൊക്കെയോ ഒരു പറ്റ ആൾക്കാരെ ഒരു സമയത്ത് ഇത് കണക്റ്റോ. ആ കണക്റ്റാവുന്ന സമയത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനൊക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് ആ കണക്റ്റ് ആവണ സമയത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ കണക്റ്റ് ആവണ പുസ്തകങ്ങൾ നമ്മൾ തള്ളി പറയേണ്ട ഒരു കാര്യമില്ല. അത് വായിക്കപ്പെടട്ടെ. പുസ്തകമല്ലേ, ആയുധങ്ങളൊന്നും അല്ലല്ലോ. ആയുധങ്ങളാണ് നമ്മൾ ഈ വിതരണം ചെയ്യണമെങ്കിലും ഇപ്പൊ എല്ലാവർക്കും പ്രശ്നമാണ്. പുസ്തകം കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ച നമ്മുടെ ഉള്ളിൽ പ്രണയം അല്ലേ, ഒക്കെ പ്രണയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ഒരിക്കലാണെങ്കിലും റാമിലുണ്ട് പ്രണയം, എല്ലാത്തിലുണ്ട്. അപ്പം പ്രണയം ഉള്ളിൽ വരുന്നത് നല്ലതല്ലേ? പ്രണയം ഉണ്ടാവട്ടെ, എല്ലാവരുടെ ഉള്ളിൽ പ്രണയം ഉണ്ടാവട്ടെ. എന്നിട്ട് നമ്മൾ പ്രണയം ഉണ്ടായിട്ട് നമ്മൾ നല്ല മനുഷ്യന്മാരാവട്ടെ. അപ്പൊ എല്ലാ പുസ്തകങ്ങളും, വായിക്കപ്പെടുന്ന പുസ്തകങ്ങളോട് നമ്മൾ ഒരിക്കലും മുഖം തിരിച്ചു നിർത്തേണ്ട കാര്യമില്ല. ഞാൻ വായിച്ചതാണ് കേട്ടോ ഈ പുസ്തകങ്ങൾ. അതോടുകൂടിയാണ് ഞാൻ ഈ പറയേണ്ടത്. ഇതാണ് എൻ്റെ പ്രശ്നം. നേരെ വൈകുന്നു മാഷ്.
സമയം ഇപ്പം തരാണ് എന്ന് വെച്ചാലേ ഈ വായന എഴുത്തൊന്നും ഇങ്ങനെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് എഴുതാൻ പറ്റുന്നു, എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുക, അത്രയേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഓർമ്മയുണ്ട, ഞാൻ ഇപ്പം പറയാം. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളെല്ലാം ചുരുണ്ട തലമുടിയെ സ്നേഹിക്കുകയും മുടി മുന്നിലേക്ക് ഇടുകയും ചെയ്തു. ഏതാ സിനിമ? ഒരു സിനിമയില് പനയെ മനുഷ്യജീവിതത്തിന്റെ തുടിപ്പായിട്ട് കാണിക്കുന്ന സിനിമയുണ്ട്. ഏതാണ്? നിങ്ങൾക്ക് ഒന്നാലും പറയല്ല, നിഴൽക്കൂത്ത് കണ്ടിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. ഞാൻ വായിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്നെങ്കിൽ, ഞാൻ വായിക്കുമ്പോഴേ എന്നെ അത് സന്തോഷിപ്പിക്കുന്നെങ്കിൽ എന്താണ് തെറ്റ്? പിന്നെ ചിലർ വന്നിട്ട് പറയും അവൻ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നു. എഴുതിക്കോട്ടെ, എഴുതുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ചെന്നിരുന്ന് ആ മരത്തിന്റെ അപ്പുറത്ത് വെച്ച് ബോംബ് എന്താണ് ഇത് നാടൻ ബോംബ് കെട്ടുകയല്ലോ, എഴുതുകയല്ലേ, പിന്നെ വായിക്കല്ലേ. ഭയങ്കര രസമായിട്ട് ഞാനിപ്പോ അവിടെ വന്നിട്ട് ഞാൻ 10 കഥാസമാരം എഴുതി. അവിടെ വന്നിട്ട് ഓരോറ്റ ഒരുത്തരം എന്നെ കണ്ട് ആരും ചോദിച്ചില്ല, ഒരാൾ സെൽഫി എടുത്തില്ല. എനിക്ക് അവിടെ വേദനിച്ചിരുന്നതാണ്. അഖിൽ പി ധർമ്മജനാണെങ്കിലോ ഈ പെണ്ണുങ്ങൾ ഇപ്പൊ എടുത്തോണ്ട് നടന്നനെ. അങ്ങനെ മനുഷ്യര് സന്തോഷിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, ആ പുസ്തകം ഉണ്ടാക്കുന്നെങ്കിൽ എഴുതട്ടെ. ഒരാളുടെ ഇങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞു കേട്ടിരുന്നു, ഇനിയിപ്പോ പ്രകൃതിവാദികൾ ഇടപെടേണ്ടി വരും, ഇങ്ങനത്തെ പുസ്തകം എഴുതേണ്ടുന്നവരെ കൊന്നുകളയേണ്ടി വരും. എന്തിനാണ്? പുള്ളിയുടെയൊക്കെ പുസ്തകം കുറെ കാലമായിട്ട് ഗോഡൌണിൽ പൊടി പിടിച്ചടക്കുക. ഞാൻ KLF പോയപ്പോ കണ്ടിരുന്നത് കുറെ വലിയ വിശ്വവിഖ്യാത ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നു. അഖിൽ പി ധർമ്മജന്റെ അടുത്ത് ബിവറേജിനേക്കാൾ വലിയ ക്യൂ ഞാൻ കണ്ടു. തെറ്റല്ല നീ അങ്ങനെയുള്ള വായിക്കപ്പെട്ടെ. ഇനി അവസാനത്തെ ഭാഗം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഞാൻ ഒരു സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആ സ്കൂളിലെ ലൈബ്രറിയുടെ ചാർജാണ്. ഞാനിപ്പോ കഞ്ചാവ് കൊടുക്കുന്നത് പോലെ ഇത് കൊടുക്കും. ഇതുപോലത്തെ അടുത്ത പുസ്തകം വേണമെങ്കിൽ വേറെ 2 എണ്ണം കൂടെ വായിക്കണം. എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ട് നിന്ന വിജയുടെ പുസ്തകം ഞാൻ കൈവച്ചിരുന്നു. അത് ഒന്ന് വായിച്ചിട്ട് സാറേ ഇതുപോലത്തെ വരണ്ട തരാം, പക്ഷെ എൻ്റെ ഒരു പുസ്തകം നീ വായിക്കണം. വളരെ വേദനയോടെ എൻ്റെ പുസ്തകം മേടിച്ചിടും. വായിച്ചതെന്നറിയില്ല. 3-ാമത്തെ ദിവസം കൊണ്ടുവന്നു വായിച്ചു. അപ്പൊ മുഖം കണ്ടപ്പോ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ പക്ഷേ അടുത്ത് അഖിൽ പി ധർമ്മജന്റെ പുസ്തകം കൊടുത്തു. ഒരാളെ വായിപ്പിക്കാൻ അതിനൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറയണ്ടത്. പിന്നെ പ്രസാധകൻ ഷെൽവിയൊക്കെ നിങ്ങൾക്ക് അറിയൂ. ഷെൽവി എന്ന് പറഞ്ഞൊരു പ്രസാധകൻ ഉണ്ടായിരുന്നു. പുസ്തകം പ്രസാധകൻ രംഗത്ത് ഇറങ്ങിയിട്ട് ആത്മഹത്യ ചെയ്ത പ്രസാധകനാണ്. അങ്ങനെ പുസ്തകം അച്ചടിച്ചതിന്റെ പേരിൽ ഒരു പ്രസാധകൻ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരരുത്. വിറ്റുപോട്ടുന്നേ ഭയങ്കര മൂല്യസാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസാധകന്റെ തട്ടിൽ നിരത്തി വച്ചിരിക്കുന്ന റാം കെയർ ഓഫ് ആനന്ദി കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്നാ ഇതൊക്കെ അത് ജീവിക്കാനും മറ്റത് എന്റെ സന്തോഷത്തിന്. വേറെ മൂല്യവത്തായ പുസ്തകങ്ങളോട് ഇരിപ്പുണ്ട്. അതൊന്നും മോശമാണെന്നൊന്നും അല്ല പറയുക. വായിക്കുകയല്ലേ, എഴുതുകയല്ലേ, ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ജനപ്രിയ സാഹിത്യത്തെ അങ്ങനെ തള്ളി പറയണ്ട. ഏറ്റവും ഞാൻ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ തൂപ്പുകാരി ചേച്ചി, എൻ്റെ അടുത്ത് പ്രിയപ്പെട്ട ചേച്ചിയാണ്. അപ്പം ചേച്ചി അവിടെ നിന്ന് റാം കെയർ ഓഫ് ആനന്ദി വായിക്കുന്നു. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഞാനും പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. നീയാ? തകർന്നു പോയി. എന്റെ മോൻ വരെ ചിരിച്ചു. അതാണ് എന്നെ വേദനിപ്പിച്ചത്. നീയാ? വായിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. വായിപ്പിക്കട്ടെ, മനുഷ്യർ നിറയെ വായിക്കട്ടെ, സന്തോഷിക്കട്ടെ. പ്രസാധകനും എഴുതിയവനും ഒക്കെ എന്ത് ചെയ്യട്ടെ, സന്തോഷം കിട്ടട്ടെ, കാശ് കിട്ടട്ടെ. അതൊക്കെ വലിയ നല്ല കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊക്കെ ആവട്ടെ. ഈ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് പരിമിതപ്പെട്ട സമയമുള്ളൂ, പക്ഷെ എന്നാലും ചോദിക്കാം. നമസ്കാരം. മാഷ് അതുപോലെ അജി, രണ്ടുപേരുടെയും കഥകൾ മിക്കവാറും എല്ലാം വായിച്ചു കഴിഞ്ഞ ഒരാളാണ് ഞാൻ. രണ്ടുപേർക്കും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ മാഷിൻ്റെ ഒരു കഥ, എനിക്ക് മാഷിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്ന് തന്തക്കിണറാണ്. അതിലൊരു പ്രത്യേക ഒരു നമ്മുടെ ഗൃഹാതുരത്തോ എന്തോ ഭാഷയുടെ സൗന്ദര്യമോ എന്താണോ അതിലും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ചോദിക്കാൻ വരുന്നത്. നെയ്പായസത്തിന് ശേഷം, മാധവിക്കുട്ടിയുടെ നെയ്പായസത്തിന് ശേഷം മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു കഥയാണ് പെണ്ണ് ചത്തവൻ്റെ 17-ാം ദിവസം. ആ കഥ എന്ന് പറയുമ്പോൾ ഏകദേശം അതേ ഒരു കൃത്യമായി പറഞ്ഞാൽ അതേ ഒരു പ്ലോട്ട്, കഥാതന്തു ഏകദേശം, കഥാസംഗ്രഹമല്ല, കഥയുടെ ആശയം അത് ഏകദേശം അത് തന്നെയാണെങ്കിലും മാഷിൻ്റെതായ ഒരു രീതിയിൽ ഒരു വ്യത്യസ്തത ആയിരുന്ന ഒരു കഥയാണ്. മാഷിൻ്റെതായ രീതിയിൽ മാഷിൻ്റെതായ ഒരു ശൈലി അതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു കഥ എഴുതുമ്പോൾ മാഷ് അവസാനിപ്പിക്കുന്നത് ഈ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു
ഒരു പെണ്ണിനെ എന്തായാലും വിവാഹം കഴിക്കുന്നതിലേക്ക് അയാളുടെ ഒരു ഇത് എത്തുന്നതിലേക്കാണല്ലോ. അയാൾ അങ്ങനെ തന്നെ ചെയ്തേ പോകൂ എന്നുള്ളതിലേക്കാണല്ലോ. അപ്പോൾ മാഷിന് അതിലൂടെ മാഷ് പറഞ്ഞു വെക്കുന്ന ഇനി വേറെ ഒരു രീതിയിലുള്ള ഒരു ജീവിതം സാധ്യമാവുകയില്ല. ഒരു പുരുഷന് സ്ത്രീ എന്ന് പറയുന്ന, ഭാര്യ എന്ന് പറയുന്ന ഒരാളില്ലാത്തൊരു ജീവിതം സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ അജിയോടാണ്. അതായത് പാരലാക്സ്, അജിയുടെ ഏറ്റവും കൂടുതൽ മിക്കവാറും എല്ലാ കഥയിലും വായിച്ചിട്ട് ഈ പാരലാക്സ് ആണ് എനിക്ക് വായിച്ചിട്ട് എന്താ പറയുക ഉറക്കം കെടുത്തിയൊരു കഥ എന്നുള്ള പോലെ. അത്രയ്ക്ക് ഹോണ്ട് ചെയ്യാന്ന് പറയില്ല, കഥകൾ ഹോണ്ട് ചെയ്യുന്നതിൽ ഒരു കഥ അതാണ്. ഞാനിപ്പോഴും എടുത്തു വെച്ചിരിക്കുകയാണ് ആ കഥ. അങ്ങനെ ഒരു ക്രൂരമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വിചാരിക്കാത്തൊരു തലത്തിലാണ് ആ കഥ സംഭവിക്കുന്നത്. ഭാര്യയും ഭർത്താവും പിന്നെ ഒരു വഴക്കിൽ നിന്ന് പിന്നെ അവസാനം ആ വഴക്കിന് കാരണമായി തീർന്ന കുഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ആ കഥ മാറുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുന്നത് മിക്കവാറും എല്ലാ കഥകളും ഏകദേശം ഒരു ക്ലൈമാക്സോട് എടുക്കുമ്പോൾ അജിയുടെ കഥകളിലെല്ലാം ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ്, ഒരു കഥാന്ത്യം എന്ന് പറയുന്നതിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, ഈ കഥകൾ എവിടെ നിന്നാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ അജിക്ക് കിട്ടുന്നത്? പെട്ടെന്ന് പറയാം. പെണ്ണ് ചത്തവന്റെ 17-ാം ദിവസം വളരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരു ദിവസം. ഞങ്ങളുടെ ലവ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇങ്ങനെ ചെവിയോടടുത്ത് വന്നിട്ട് ഒരു ചോദ്യം, മാഷെ ഞാൻ ചത്തുപോയാൽ നിങ്ങൾ വേറെ കെട്ടുവോ? ഈ ചെറിയ ലൈറ്റ് ഇടുമ്പോൾ കണ്ണിൽ നോക്കുമ്പോൾ ഒരു തിളക്കാണ്. അവൾ എന്നെ തന്നെ നോക്കുന്നത്, എന്താണ് എൻ്റെ മറുപടി? ചോദ്യതാണ്, ഞാൻ ചത്തുപോയാൽ നിങ്ങൾ വേറെ കെട്ടുവോ? ഞാൻ വേറെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. ഉടനെ അവൾ താന്നു കിടന്നു, കെട്ടിപ്പിടിച്ചുറങ്ങുന്നു. ആ നിമിഷം മുതൽ എൻ്റെ ഉറക്കം പോയി. ഇവള് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കുന്തമില്ല, എഴുതൂല, കുളിച്ച് വൃത്തിയായിട്ട് നടക്കൂല, ആരോടും സ്നേഹത്തോടെ സംസാരിക്കില്ല, ഭയങ്കരമായിട്ട് അധ്വാനിക്കില്ല. ഇവളില്ലെങ്കിൽ ഒന്നുമില്ല. ഞാനാലോചിക്കുന്നു, ഞാൻ നാളെ രാവിലെ വിളിച്ചുണർത്തുമ്പോൾ ഇവള് ചത്തു കിടക്കുകയാണെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ദുർബലനായ ജീവി ആണാണ് എന്നാണ് എൻ്റെ വാദം. മറ്റുള്ളവർ ശരിയാണെന്നറിയില്ല, പുരുഷനാണ് ഏറ്റവും ദുർബലനായ ജീവി. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ അവള് ചത്തുപോവുകയും എനിക്കുണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തത്തെയും കുറിച്ച് എഴുതിയതാണ് പെണ്ണിയത്തവന്റെ 17-ാം ദിവസം. പലരും ഇത് വായിച്ചിട്ട് നെയ്പായസത്തിന്റെ ഒരു ചുവ അതിനുണ്ട് എന്നെന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, കാരണം ആ കഥ വായിച്ചെന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇനി അതിന്റെ തോട് പൊട്ടിച്ച് പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നെയ്പായസം അങ്ങനെ കിടപ്പുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയാണ് പെണ്ണ് ചത്തവന്റെ 17-ാം ദിവസം. എനിക്ക് ഭയങ്കര ആ കഥ എഴുതിയിട്ട് ഞാൻ ആദ്യം എൻ്റെ കഥയെല്ലാം വായിക്കുന്നവളാണ്. ഈ കഥ വായിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ കഥയാണ്. എന്നിട്ട് കുറെ ദിവസം ഞാനിത് മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി 8 മണി രാത്രി ഒരു 11 മണി മുതൽ രാവിലെ 8 മണി വരെ എഴുതി തീർത്ത സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത് ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെ അവൾ എടുത്ത് മെയിൽ ചെയ്തതാണ് ഭാഷാഭൂഷണിക്ക്. ആ കഥ നല്ല വായിക്കപ്പെട്ടതിന് സന്തോഷമുണ്ട്. കാരണം ഞാൻ കൊണ്ടുവച്ചിട്ട് ഈ കഥ നല്ലതാണല്ലോ, എനിക്ക് ഇത് അച്ചടിച്ച് വരുന്നില്ലെന്ന് വേദനിച്ച് കിടന്നപ്പം അവൾ കൊടുത്ത കഥയാണ്. സത്യം, അവളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. ഭൂമിയിൽ ഏറ്റവും ദുർബലനായ ജീവി പുരുഷനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ എഴുതിയ കഥയാണ് പെണ്ണ് ചത്തവന്റെ 17-ാം ദിവസം. ചോദ്യത്തിന് സ്നേഹം. പാരലാക്സ് ഇതിന് സൗണ്ട് കൂടിയോ? പാരലാക്സ് എന്ന് പറഞ്ഞ കഥ പിന്നെ സത്യത്തിൽ ഞാൻ എനിക്ക് പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചൊരു സംഗതി പാരലാക്സ് എന്ന് പറഞ്ഞ കഥ കൊണ്ട് കിട്ടാത്തൊരു കഥയാണ് പാരലാക്സ്. അതിൽ ഞാൻ ചർച്ചയാക്കാൻ ഉദ്ദേശിച്ചത് ട്യൂബക്ടമിയും വാസക്ടമിയും ആയിരുന്നു. പക്ഷെ അതിൽ കുട്ടി മരിക്കുന്നതോട് കൂടിയിട്ട് എല്ലാവരും ഉള്ളുന്നു ആ സാധനം അങ്ങോട്ട് പോയി. എനിക്കിപ്പോഴും പാരലാക്സിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം ഈ പ്രസവം നിർത്തണ ഒരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു അതിന് നമ്മൾ മുന്നോട്ട് വെച്ച സംഭവം. അത് ശരിക്കും കിട്ടിയത് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചെന്നപ്പം അവിടെ പിന്നെ ബെഞ്ചിൽ ഇങ്ങനെ അതേമാതിരി നിരന്നിരിക്കുന്ന സമയത്ത് വളരെ സാധാരണമായിട്ടുള്ള 2 സ്ത്രീകളെ സംഭാഷണത്തിൽ നിന്നാണ് അത് കിട്ടുന്നത്. ആ സംഭാഷണത്തിലേ ഉള്ളൂ. അവർ സ്വകാര്യമൊന്നുമല്ല കേട്ടോ പറഞ്ഞേ. ഇപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഗ്രാമപ്രദേശമാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒളി മാറുന്നില്ല. ഇങ്ങനെ ഇപ്പം എൻ്റെ ഭർത്താവിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മളിങ്ങനെ അങ്ങനെ പറയും. അപ്പോൾ ഈ പറയണതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ തൊട്ട് അങ്ങേപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇവർ ചോദിക്കണം എന്താ പണി, ഭർത്താവിന് എന്താ പണി, കെട്ടിയനെന്താ പണി, കുട്ടികൾ എത്ര ഉണ്ട്. അത് കഴിഞ്ഞിട്ട്
പിന്നെ അതിലൊരു സ്ത്രീ പറഞ്ഞ് 2 കുട്ടികളുണ്ട്, എന്നിട്ട് നിർത്തിയോ എന്ന് ചോദിക്കും. അപ്പം ഇല്ല, ഞാൻ നിർത്തിയില്ല, ഞാൻ നിർത്തൂല എന്നാണ്. അപ്പം ഞാൻ എന്താ നിർത്താത്തത്? അപ്പോൾ മറ്റേ കൂടെ ഭയങ്കര പ്രശ്നവും, കാരണം അവർ നിർത്തിയെന്ന് തോന്നുന്നുണ്ട്. എന്താ നിർത്താത്തത്? അപ്പം എന്തിനാ ഞാൻ നിർത്തുന്നത്? എനിക്കിനി പുതിയൊരു കല്യാണം കഴിക്കേണ്ടി വന്നിട്ടാണെങ്കിൽ ആ ഭർത്താവിന് എനിക്ക് കുട്ടികളെ കൊടുക്കണ്ടേ? ഈ ചോദ്യം കേട്ട് വന്നോട് കൂടിയിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് എന്താ പറയേണ്ടതെന്ന് കൂടി മറന്നുപോയി. കാരണം നമ്മളിത് വലിയ കഥ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സാധനങ്ങൾ പറയാം. വളരെ നോർമലായിട്ടുള്ള, നമ്മൾ ഭയങ്കര പ്രതിഭകളാണെന്നല്ല പറയണത്, പക്ഷെ സമൂഹം അങ്ങനെയാണല്ലോ. അപ്പം സാധാരണമായിട്ടുള്ള നമ്മളെ അമ്മമാരെ പോലത്തെ 2 ആൾക്കാരുടെ സംഭാഷണമാണ്. അന്ന് തോന്നിയൊരു സാധനം, ഇതേ തോന്നൽ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള, പേഴ്സണലി തോന്നിയിട്ടുള്ള. കാരണം അന്ന് ഇതേപോലെ സർവനെടുത്തി നിർത്തി, ലക്ഷ്മിയെടുത്തി നിർത്തണ കംപ്ലീറ്റ് സ്ത്രീകളാണ്. പുരുഷന്മാരാരും നിർത്തിയിട്ട് പറയണ ഞാൻ കേട്ടില്ല. അപ്പം എൻ്റെ ഉള്ളിൽ ഈ സാധനം വന്നിട്ട് എന്താ പുരുഷന്മാർ നിർത്താത്തത്? അവർ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ നമുക്ക്. പക്ഷെ നമുക്ക് അന്ന് അതൊന്നും ചോദിച്ചൂടാ. ഇന്നിപ്പോൾ കുട്ടികൾ എന്ത് സംശയം ചോദിക്കും. അന്ന് ചോദിച്ചാൽ പിന്നെ അന്ന് ചോറും ഉണ്ടാവില്ല, അടി കിട്ടും. അങ്ങനത്തെ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഈ ഒരു സംശയം, 2 രീതിയിലുണ്ടായ സംശയത്തിൻ്റെ ആകെ ടോട്ടാലിറ്റിയാണ് ശരിക്കും പാരലാക്സ്. അതാണ് ആ കഥേൻ്റെ ഒരു സാധനം. പക്ഷെ ഞാൻ എപ്പോഴും വേദനയോടുകൂടി പറയുകയാണ്, നമ്മൾ ഇപ്പോഴും ട്യൂബക്ടമിയും വാസക്ടമിയും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സ്ത്രീകളെ കാട്ടി എത്രയോ എളുപ്പമാണ് പുരുഷന്മാർക്ക്. ഞാൻ പറയാ ഇത് 2ഉം ചെയ്യരുത് എന്നാണ്. കാരണം നമുക്ക് അതിന് വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഉപാധികൾ ഉണ്ടായിരിക്കുകയാണ് സയൻസിൽ. ആ ഉപാധികൾ നമ്മൾ സ്വീകരിക്കുക, അല്ലാതെ നമ്മളൊരു കഴിവിനെ നമ്മൾ എന്താ പറയുക തുടച്ച് കളയേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ചിന്തേൻ്റെ പുറത്താണ് പാരലാക്സിന് തന്നെ കഥ ഉണ്ടായത്. ഓക്കെ, മനസ്സിലായി? ഓക്കെ ആയില്ലേ? വ്യക്തമായില്ലേ? താങ്ക് യു. എന്തായാലും കഥയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത രാത്രികൾ ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു ചർച്ച തന്നെയായിരുന്നു ഇവിടെ നടന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും നല്ല ചർച്ചയായിരുന്നു. ഏറ്റവും 2 പച്ചയായിട്ടുള്ള 2 മനുഷ്യരെ അവരുടെ അനുഭവങ്ങളും അവരുടെ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു സംവദിച്ചു. നമ്മളത് കേട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ അല്ല ഇല്ല, ഞാൻ ഒന്നാമത് നമ്മൾ ഗവേഷണം ചെയ്യുമ്പോഴേ അപ്പോൾ ഇവരുടെ വിചാരം ഞാൻ എന്തോ ഭയങ്കര ദൈക്ഷണികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്നുള്ള സാധനത്തിലാണ്. പക്ഷെ ഞാൻ ഇവരെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ പച്ചയായിട്ടുള്ള നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞ് വന്നതാണ്. കാരണം അതായിരിക്കും അപ്പുറത്തിരിക്കുന്ന മനുഷ്യർക്കും കേൾക്കാനും കാണാനൊക്കെ സുഖമുള്ള സാധനം, അതേ മനസ്സിലാവുള്ളൂ നമുക്ക് എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ സംസാരിക്കുമ്പം ഇവരെല്ലാവരും നോക്കുന്നുണ്ട്, ഇവർ എവിടേക്കും നോക്കുന്നില്ല, നിങ്ങളെ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങളെ കഥ വായിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറച്ച് സമയം, അത് മതിയായിരിക്കും ഇവർക്ക് നിങ്ങൾ ഓർക്കാനും ഇനിയും നിങ്ങളുടെ കഥകൾ തേടി പിടിച്ച് വായിക്കാനൊക്കെ ഇവർക്കുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ആർട്സ് കോളേജിൽ നമ്മുടെ കാലത്തൊന്നും, നമ്മുടെ കാലം എന്നല്ല, 2021 ഞാൻ ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്നത്. അന്നൊന്നും ഇത്തരത്തിലുള്ളൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സാധനങ്ങളൊന്നുമില്ല. ഇപ്പം പിന്നെ ട്രെൻഡാണ്, എല്ലാ കോളേജിലും എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. എന്നാലും ഏറ്റവും ഭംഗിയായിട്ട് ഇവിടുന്ന് കയറി വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ത് രസമാണ് നമ്മുടെ ആർട്സ് കോളേജ്, ഭയങ്കര ഭംഗിയായിട്ട്. പണ്ടത്തെ ആ ഒരു പൗരാണികമായിട്ടുള്ളൊരു സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഭയങ്കര രസമുണ്ട്. ഒരു സർഗാത്മകമായിട്ടുള്ളൊരു സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഒക്കെ ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ ഈ ആർട്സ് കോളേജിൻ്റെ എല്ലാവർക്കും, ഇവിടുത്തെ കോർഡിനേറ്റർ, ഇവിടുത്തെ വളണ്ടിയേഴ്സ്, നമ്മളെ പരിചരിച്ച എല്ലാവർക്കും, ചായ തന്ന ആൾക്കാർ, മൈക്ക് തന്ന ആൾക്കാർ, പിന്നെ നമ്മളോട് ചിരിച്ച മനുഷ്യർ, എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇത് ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഉള്ള സ്നേഹം അറിയിക്കുകയാണ്. നന്ദി.